തീർത്ഥാടക ലക്ഷങ്ങൾ കാത്തിരിക്കുന്ന മകരജ്യോതി ദർശനം ഇന്ന് സന്നിധാനത്ത് വൻ തീർത്ഥാടക തിരക്കാണ്. രാവിലെ 8:45 മകരസംക്രമ പൂജയും അഭിഷേകവും നടക്കും. അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണമായുള്ള ഘോഷയാത്ര വൈകിട്ട് സന്നിധാനത്തെത്തും. തുടർന്ന് ദീപാരാധനയും ഇതിനുശേഷം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതിയും ആകാശത്ത് മകരനക്ഷത്രവും തെളിയും. മകരവിളക്ക് ഉത്സവത്തിന്റെ തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വിപുലമായ സജ്ജീകരണങ്ങളാണ് ടീം 24 ഒരുക്കിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ ടോബി ജോൺസണാണ് ചേരുന്നത് എരുമേലിയിൽ നിന്ന്. ടോബി, മകരജ്യോതി കാത്ത് തീർത്ഥാടകർ ഇപ്പോൾ സന്നിധാനത്തുണ്ട്. എന്തൊക്കെയാണ് അവിടെ നൽകാനുള്ള വിവരങ്ങൾ ടോബി? ഉന്മേഷ്, തീർച്ചയായിട്ടും ആ ഒരു ഭക്തിസാന്ദ്രമായ അല്ലെങ്കിൽ ആ ഒരു ദർശന പുണ്യത്തിന് വേണ്ടി തീർത്ഥാടകർ ശബരിമലയിലേക്കും പമ്പയിലേക്കും അതുപോലെ തന്നെ ഈ മകരജ്യോതി കാണാൻ സാധിക്കുന്ന സ്ഥലങ്ങളിലേക്കും ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എരുമേലിയിലാണ്. ഏറ്റവും കൂടുതൽ ഭക്തർ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് എരുമേലി. നമുക്കറിയാവുന്നതുപോലെ പെട്ടതുള്ളലടക്കമുള്ള കാര്യങ്ങൾ നടത്തി കന്യായപ്പന്മാർ മലകയറുന്ന ഒരു സ്ഥലമാണ്, ഒരു വഴിയാണ്, പ്രധാനപ്പെട്ട ഒരു ഇടത്താവളം എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പേട്ടതുള്ള സമയത്തെല്ലാം തന്നെ ഈ എരുമേലിയിൽ വലിയ ഭക്തജന തിരക്കുണ്ടായിരുന്നു. ഇന്ന് രാവിലെയും ഭക്തർ ഇവിടെയുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ നിന്നുള്ള മുഴുവൻ ഭക്തരും ഈ ശബരിമലയിലേക്കും പമ്പയിലേക്കും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്കും, അതായത് ഈ മകരജ്യോതി ദർശിക്കാൻ സാധിക്കുന്ന സ്ഥലങ്ങളിലേക്കെല്ലാം തന്നെ ഇവിടെ നിന്ന് പോകും. ഇപ്പോൾ തന്നെ രാവിലെ തന്നെ ആളുകൾ ഇവിടെ നിന്നും ശബരിമല കേന്ദ്രീകരിച്ച് നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും കടുത്ത നിയന്ത്രണങ്ങളൊന്നും തന്നെ ഏർപ്പെടുത്തിയിട്ടില്ല. ഇത്തവണത്തെ ഒരു പ്രത്യേകതയും അതാണ്. മുൻവർഷങ്ങൾ നമ്മൾ കണ്ടതാണ് വലിയ പ്രതിഷേധങ്ങൾ, നിയന്ത്രണങ്ങൾ വരുമ്പോൾ ചില പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്ന കണ്ടതാണ്. പക്ഷേ ഇത്തവണ അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളുമില്ല. എല്ലാം നിയന്ത്രണ വിധേയമാണ്. കൃത്യമായി എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഇന്നലെ ഒരു ചെറിയ പ്രതിഷേധമുണ്ടായി. അതിനുള്ള കാരണം തിരുവാഭരണ ഘോഷയാത്ര ഇന്നലെ പമ്പയിലേക്ക് എത്തിയപ്പോൾ അവിടെ തിരക്ക് കൂടിയപ്പോൾ ചില നിയന്ത്രണങ്ങളുടെ ഭാഗമായി വാഹനങ്ങൾ ഇവിടെ നിന്ന് കടത്തിവിടുന്നത് അല്പനേരം നിയന്ത്രിച്ചിരുന്നു. ഭക്തർക്ക് അത് മനസ്സിലാകാത്തതുകൊണ്ടാണ് അത് കൃത്യമായി ആ സമയത്ത് ഒരു പ്രതിഷേധം ഉയർന്നത്. പക്ഷേ പോലീസ് ഇടപെട്ട് അവരോട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ആ പ്രതിഷേധം അവസാനിപ്പിച്ചിരുന്നു. അതിനുശേഷമോ ഈ ഒരു തീർത്ഥാടന കാലയളവിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. എല്ലാം കൃത്യമായി പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് വലിയമ്പലത്തിലാണ്, എരുമേലിയിൽ. ഇവിടെ പ്രാർത്ഥിച്ച് ഇവിടെ നിന്നും ഇതിനോടകം തന്നെ ആളുകൾ അയ്യപ്പന്മാർ ശബരിമലയിലേക്ക് നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. 10 മണിയോടുകൂടി തന്നെ 9:30 കഴിയുമ്പോൾ തന്നെ കാനനപാത വഴി പരമ്പരാഗത പാതയിലൂടെ ശബരിമലയിലേക്ക് പോകുന്നവരാണ് കൂടുതലായി എരുമേലിയിലേക്ക് വരുന്നത്. അതുവഴിയുള്ള അയ്യപ്പ ഭക്തരെ കടന്നു പോകുന്നത് 10 മണിയോടുകൂടി നിയന്ത്രിക്കും. കാരണം രാത്രി മകരജ്യോതി ദർശിക്കുന്നതിന് മുമ്പ് അവിടെ എത്തേണ്ടതുകൊണ്ട് 10 മണിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. അതുമാത്രമാണ് ഒരു നിയന്ത്രണമുള്ളത്. ബാക്കി കാര്യങ്ങളെല്ലാം കൃത്യമായി പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഉന്മേഷ്. ശരി ടോബി ജോൺസണാണ് വിശദാംശങ്ങൾ നൽകിയത്.